നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ഇവിടെ ധാർഷ്ട്യമൊക്കെ കാണിക്കുന്നതൊക്കെ പറയാം, സോഷ്യൽ മീഡിയ ഒക്കെ വലിയ ചാനലുകാർക്ക് എന്ത് വേണമെങ്കിൽ പറയാലോ. ഇപ്പോൾ ജനങ്ങൾക്ക് അറിയാമല്ലോ, കൺമുമ്പിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ പറയുള്ളൂ. ഇവിടെ വികസനമുണ്ടോ, ആർക്കൊപ്പം ആയിരിക്കും? വികസനമൊന്നുമില്ല. ഇവിടുത്തെ റോഡ് നോക്കുമ്പോൾ നമുക്ക് പഞ്ചായത്തിന് വികസനമൊന്നും കിട്ടിയിട്ടില്ല. എല്ലാ റോഡും നല്ല റോഡ് തന്നെയാണ്. കേരളത്തിൽ എല്ലാ റോഡും നല്ല തന്നെയാണ്. ഇപ്പം ഈ പറയുന്ന റോഡ് കേരളം മൊത്തത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല, ഒന്നുമില്ല. ഭരണവിരുദ്ധ വികാരവും ഇല്ല, ഉറപ്പായിട്ടും. നമ്മളെ എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കും? എന്റെ ഫസ്റ്റ് വോട്ടാ. അപ്പൊ ഞാൻ അവർ ചെയ്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ, വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി മാത്രമേ കൊടുക്കുള്ളൂ. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തെ എങ്ങനെയാണ്? അതിനെ കുറിച്ച് വളരെ മോശം. കാരണം ഇതിപ്പോ നിങ്ങളിപ്പോ എന്തിൽ വന്നാലും സോഷ്യൽ മീഡിയയിലൊക്കെ അതൊക്കെ കള്ളപ്രചരണങ്ങളാണ്. മുഖ്യമന്ത്രിയെ ഒരു അഴിമതി ഇതുവരെ ഏത് പ്രതിപക്ഷത്തിനെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. രാഷ്ട്രീയം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ, അതിനെപ്പറ്റി അയാളുടെ ദാശ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ തുടർഭരണം കിട്ടിയത്. നമസ്കാരം. മറുനാട് ഇലക്ഷൻ സർവേ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ എങ്ങനെയാണ് ഇലക്ഷൻ്റെ പ്രചരണം, ചൂട് എന്നൊക്കെ നമുക്കൊന്ന് അറിയാം. ചേട്ടാ, എങ്ങനെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ്? നമ്മുടെ ചിറ്റൂരിൽ LDF വരും, നല്ല ഭരണമാണ്. എന്താണ് അത്ര ഒരു ആത്മവിശ്വാസത്തോടെ പറയാൻ കാരണം? അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കൃഷ്ണൻകുട്ടിയേട്ടൻ. അപ്പോൾ അതിൻ്റെ തുടർച്ച ഭരണം ഉണ്ടാകും. ഭരണ തുടർച്ച ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായമാണ്. അദ്ദേഹം ഈ ഒരുപാട് ധാർഷ്ട്യമൊക്കെ കാണിക്കുന്നതൊക്കെ പറയാം, സോഷ്യൽ മീഡിയ ഒക്കെ വലിയ ചാനലുകാർക്ക് എന്ത് വേണമെങ്കിൽ പറയാമല്ലോ. ഇപ്പോൾ ജനങ്ങൾക്ക് അറിയാമല്ലോ, കൺമുമ്പിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ പറയുള്ളൂ. അങ്ങനെയുള്ള ചിറ്റൂര് അപ്പോൾ തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ട്. ചിറ്റൂരിലെ അത്തിക്കോട് ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം? ഇവിടെ വികസനമുണ്ടോ, ആർക്കൊപ്പം ആയിരിക്കും? വികസനമൊന്നുമില്ല. ഇവിടുത്തെ റോഡ് നോക്കുമ്പോൾ നമുക്ക് പഞ്ചായത്തിന് വികസനമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു മാറ്റം വരട്ടെ എന്തായാലും. നിങ്ങൾ ഓട്ടോക്കാരാണ്, ഒരുപാട് ആൾക്കാരുമായിട്ടും സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ പല ചർച്ചകളും നിങ്ങൾ കേൾക്കാറുണ്ട്. ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങൾ എന്താ പറയുക, ആർക്കും ഒരു നല്ല സഹായം കിട്ടിയിട്ടില്ല ഇതുവരെ ഈ പഞ്ചായത്തിനെ കൂടി. അതല്ല, നമ്മൾ ഒരു മാറ്റം വരണം. തീർച്ചയായിട്ടും ഒരു മാറ്റം വന്നേ പറ്റൂ. എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ഇവിടുത്തെ റോഡ് നമ്മൾ അനുഭവിക്കുന്നത് കണ്ടാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പണം എത്ര ഇറക്കുന്നത്, ഒരു മാസം ഓടുന്ന കാശ് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഇറക്കണം. ഈ കൃഷ്ണൻകുട്ടി സഹാവിനെ പറ്റിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായമൊക്കെയാണല്ലോ പറയുന്നത്. 916 അത്ര തന്നെ. അയാൾ 916 അത് പറഞ്ഞാൽ അത്രയും നല്ല ആളാണ്. അയാളെ കുറിച്ച് കുഴപ്പമില്ല. അയാൾ നല്ല പഞ്ചായത്തിൽ എവിടെ ഒരു കട്ട് റോഡാണ് നിലകണം. മെയിൻ റോഡ് എടുത്ത് നോക്കി, എല്ലാ റോഡും നല്ല റോഡ് തന്നെയാണ്. കേരളത്തിൽ എല്ലാ റോഡും നല്ല തന്നെയാണ്. ഈ പറയുന്ന റോഡാണ് ഇവർ ഇവിടെ നിന്ന് കുറച്ച് തന്നെ ഉള്ളൂ. ഈ പറഞ്ഞതൊക്കെ പഞ്ചായത്തിൽ എവിടെയൊക്കെ ഉണ്ടാവും. പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഞ്ചായത്തിൽ മുഴുവനും. ഇപ്പോഴും ഇപ്പോൾ പോയി നോക്കിക്കോളും, പണി നടക്കുന്നുണ്ട്. ഇല്ല, പറയാൻ പറ്റില്ല. ഉണ്ടാവും എവിടെയെങ്കിലൊക്കെ ചെറുതായിട്ട്, എങ്കിലും കുഴപ്പമില്ല. പഞ്ചായത്ത് കേരളം മൊത്തത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല, ഒന്നുമില്ല. ഭരണവിരുദ്ധ വികാരവും ഇല്ല, ഉറപ്പായിട്ടും. നല്ലോണം ചെയ്തിട്ടുണ്ട് എല്ലാം സർക്കാർ. എല്ലാം അങ്ങനെയാണോ ചേട്ടാ? 6 മാസം വർഷങ്ങളായിട്ട് പൊളിഞ്ഞു കിടക്കുകയാണ് റോഡ്. വർഷങ്ങളായിട്ട് പൊളിഞ്ഞു കിടക്കുകയാണ്. ഒരു 10-25 വർഷം ഒന്നോളൂ. ഇവിടുന്ന് പാലത്തുള്ളി വടകരപ്പള്ളി വരെയുള്ള റോഡ്. ഓട്ടോക്കാർ വടകരപ്പള്ളിക്ക് പറഞ്ഞ റോഡ് ഓട്ടോ എടുക്കാറേ ഇല്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണത്. ഒരു ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറഞ്ഞു, മുഖ്യമന്ത്രിക്കെതിരെ ഒരു വികാരമില്ലെന്ന് പറഞ്ഞു. അത് ശരിയാണോ? അല്ല, അത് അവർ അങ്ങേരുടെ അഭിപ്രായങ്ങൾ. നമുക്ക് നിങ്ങളുടെ വടകരപ്പള്ളി റോഡ് കേട് വന്ന് അവിടെ ചെക്ക് ഡാം വന്നു. അതിൽ ടണ്ണേജ് വലിയ വലിയ ലോറിയാണ്, ട്രെയിലർ. അതുകൊണ്ടാണ് കേട് വന്ന റോഡ്. ഇല്ലെങ്കിൽ നല്ല റോഡായിരുന്നു. കേട് വരാൻ കാരണം അതാണ്. ഇതിലെ പോയത് ടണ്ണേജ് കണക്ക് പറഞ്ഞ ട്രെയിലറാണ് വരിക. ഈ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ, അതിനെപ്പറ്റി പറയുന്നത്? അയാളുടെ ദാശ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ തുടർഭരണം കിട്ടിയത്. ഇനിയും അത് കിട്ടും. അങ്ങനെയാണോ ചേട്ടാ? നമുക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല. പൊതുവെ നമ്മുടെ ഭാഗങ്ങളിൽ റോഡുകൾ തന്നെ മെയിൻ പ്രശ്നം. റോഡ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഇപ്പോൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് അതായത് മൂപ്പര് പറഞ്ഞത് ശരിയാണ്. മറ്റേ വലിയ വണ്ടികൾ വന്നപ്പോഴാണ് വടകരപ്പള്ളി റോഡ് കേട് വന്നത്. പക്ഷെ വേറെ റോഡുകളൊക്കെ കേട് വന്ന് കുറേ വർഷങ്ങളായി. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് അതിൽ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് മാറ്റം വരിക തന്നെ വേണം. വന്നാൽ പുതിയ മാറ്റം വരണം. വന്നാൽ റോഡുകളും വികസനം വേണം. അല്ലാതെ എന്താ പറയുക, ജനങ്ങൾക്ക് വെറുതെ ഈ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമില്ല. ഇപ്പോൾ ശരിയാക്കാന്ന് പറഞ്ഞപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ശരിയാക്കുന്നുണ്ട്. നമ്മളെ എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കും?
എൻ്റെ ഫസ്റ്റ് വോട്ടാ. അപ്പം ഞാൻ അവർ ചെയ്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി മാത്രമേ കൊടുക്കുള്ളൂ. നിലവിൽ നമ്മുടെ ഈ ഒരു മണ്ഡലത്തിലെ അവസ്ഥ എങ്ങനെയാണ്? വികസനമുണ്ടോ, വികസനമില്ല? ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ഇല്ല എന്നും പറയുന്നുണ്ട്. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തെ എങ്ങനെയാണ്? അതിനെക്കുറിച്ച് വളരെ മോശം. കാരണം ഇതിപ്പോൾ നിങ്ങളിപ്പോൾ എന്തിൽ വന്നാലും എനിക്കിതില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും എന്താ പറയുക, ഇതൊന്നും പൂഴ്ത്തി വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ, നമ്മൾ എന്നും കാണുന്നതല്ലേ. അയ്യോ, എനിക്കത് നല്ല അഭിപ്രായമേ ഇല്ല. ഒരു മാറ്റം വരണം, മാറ്റം വരണം, തീർച്ചയായും നല്ല മാറ്റം തന്നെ വരണം. ഭരണവിരുദ്ധ വികാരമുണ്ട്, തീർച്ചയായും ഉണ്ട്. അതിപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പ്രകടിപ്പിക്കുന്നില്ല എന്നായിരിക്കാം, പക്ഷേ ആവറേജ് എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അങ്ങനെയാണ്. നമ്മൾ അത്രയും മോശമായി പോയി. കേരളം ഇത്രയും സാക്ഷരതയും എല്ലാം ഇത് വന്നിട്ട് എല്ലാ രീതിയിലും ഒരു ഇതെന്നല്ല, എല്ലാ രീതിയിലും വളരെ മോശമാണ് അല്ലേ. നമ്മളിനെയൊക്കെ മറ്റുള്ളവർ കാണാൻ നിങ്ങൾ കേരളത്തുകാരെ എത്ര സാക്ഷരതയിൽ ഉന്നതരാണ്, എല്ലാം നല്ലതാണെന്ന് പറയുമ്പോഴും നമ്മളിവിടെ നോക്കുമ്പോൾ എന്താ അടിച്ചമർത്തലുകളും മറ്റും എല്ലാം നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ചേട്ടാ, എന്താണ് ചിറ്റൂരിന് ഇനി എന്തൊക്കെ വികസനങ്ങളാണ് വേണ്ടത്? വന്ന കാലോടെ നിൽക്കണ്ടായിരിക്കും. പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ചിറ്റൂരിന് ഇനി ആവശ്യമുള്ളത്? ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡിന് ഇപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്, മറ്റേ അടുത്ത് പാസ്സാകും. നിലവിലെ MLA എങ്ങനെയുണ്ടായിരുന്നു? നിലവിലെ MLA സൂപ്പറല്ലേ. നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? മുഖ്യമന്ത്രിയൊക്കെ 3-ാം ടേമും വരും, ഉറപ്പായിട്ടും വരും. സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അതൊക്കെ കള്ളപ്രചരണങ്ങളാണ്, നുണപ്രചരണം. അല്ലാണ്ട് മുഖ്യമന്ത്രിയെ ഒരു അഴിമതി ഇതുവരെ ഏത് പ്രതിപക്ഷത്തിനെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. CBI കൊണ്ടോ മറ്റേ ED വന്നു, ആരെ കൊണ്ടും ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 3-ാം ടേമും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി. ഇവിടെയുള്ള ഓട്ടോച്ചേട്ടന്മാരുടെയൊക്കെ ഒരു അഭിപ്രായം, മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ അവർ തൃപ്തരാണ്. നിലവിലെ MLA ഇപ്പോൾ മന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അത്രത്തോളം ഉണ്ട് എന്നാണ് പറയുന്നത്.